വർക്കലയിൽ മകളെ പീഡിപ്പിച്ച അച്ഛനെ അറസ്റ്റ് ചെയ്ത് പോലീസ്. 17-കാരിയെ പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തിയ സംഭവത്തിൽ പ്രതിക്ക് ജീവപര്യന്തം. കുട്ടികൾക്ക് നേരെയുള്ള ലൈംഗിക അതിക്രമ കേസുകളിൽ പ്രതികളാകുന്നതിൽ കൂടുതലും ഉറ്റവർ. വിശദമായ വാർത്തകൾ നോക്കാം. കാക്കിയിലേക്ക് പ്രേക്ഷകർക്ക് സ്വാഗതം. തിരുവനന്തപുരം വർക്കലയിൽ മകളെ പീഡിപ്പിച്ച അച്ഛനെ അറസ്റ്റ് ചെയ്തു. 9ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് പീഡനത്തിന് ഇരയായത്. വർക്കല താലൂക്ക് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നുവെന്ന് പറഞ്ഞ് പൊന്മുടിയിലെത്തിച്ച് പീഡിപ്പിക്കുകയായിരുന്നു. പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. തിരുവനന്തപുരം പൊന്മുടിയിൽ വെച്ചാണ് 9ാം ക്ലാസ്സുകാരിക്ക് പീഡനമേൽക്കുന്നത്. ആശുപത്രിയിൽ പോകാനെന്ന വ്യാജേന കുട്ടിയും കുട്ടി വർക്കല താലൂക്ക് ആശുപത്രിയിലെത്തി. തുടർന്ന് പൊന്മുടി കാട്ടിത്തരാമെന്ന് പറഞ്ഞ് പൊന്മുടിയിലെത്തിക്കുകയായിരുന്നു. പൊന്മുടിയിൽ ആളൊഴിഞ്ഞ പ്രദേശത്തെ കുറ്റിക്കാട്ടിൽ വെച്ച് പീഡിപ്പിക്കുകയായിരുന്നു. പീഡന വിവരം പുറത്തു പറഞ്ഞാൽ കൊന്നുകളയുമെന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്തു. അവശയായ പെൺകുട്ടി വീട്ടിലെത്തി അമ്മയോട് വിവരങ്ങൾ പറഞ്ഞതോടെയാണ് പീഡന വിവരം പുറത്തായത്. തുടർന്ന് അയിരൂർ പോലീസിൽ പരാതിപ്പെട്ടു. പരാതിയുടെ അടിസ്ഥാനത്തിൽ കേസെടുത്ത പോലീസ് പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. പ്രതി മദ്യപിച്ച ശേഷം മകളെയും ഭാര്യയും ഉപദ്രവിക്കുന്നത് പതിവാണെന്ന് നാട്ടുകാരും പറയുന്നു. 2019-ലും ഇയാൾ മകളെ പീഡിപ്പിച്ചതിന് അറസ്റ്റിലായിരുന്നു. വിചാരണ വേളയിൽ സാക്ഷികൾ കൂറുമാറിയതിനെ തുടർന്ന് കോടതി വെറുതെ വിട്ടു. അന്ന് അമ്മയും ബന്ധുക്കളും കരുതിയത് കുട്ടി വെറുതെ പറയുന്നതാകും എന്നായിരുന്നു. ജനം, തിരുവനന്തപുരം. പത്തനംതിട്ടയിൽ 17-കാരിയെ പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തി കൊലപ്പെടുത്തിയ കേസിൽ പ്രതിക്ക് സജീലിന് ജീവപര്യന്തം ശിക്ഷ. 4 ലക്ഷം രൂപ പിഴ നൽകാനും പത്തനംതിട്ട അഡീഷണൽ സെഷൻസ് കോടതി 1 വിധി. 2017-ലാണ് കമ്മത്തനടയിൽ ക്രൂര കൊലപാതകം നടന്നത്. ജൂലൈ 14-നാണ് സംഭവം. കൂടെ ഇറങ്ങിച്ചെല്ലാൻ പെൺകുട്ടി വിസമ്മതിച്ചതിനാണ് ക്രൂര കൊലപാതകം പ്രതി നടത്തിയത്. പെൺകുട്ടിയുടെ അയൽവാസിയും ആൺ സുഹൃത്തുമാണ് പ്രതി സജിൽ. പെട്രോളുമായി ശാരികയുടെ ബന്ധുവീട്ടിലെത്തി മുത്തച്ഛന്റെ മുന്നിൽ വെച്ചാണ് പ്രതി കൃത്യം നടത്തിയത്. പത്തനംതിട്ട ജനറൽ ആശുപത്രി, കോട്ടയം മെഡിക്കൽ കോളേജ് എന്നിവിടങ്ങളിൽ ചികിത്സയും വിദഗ്ധ ചികിത്സയ്ക്കായി ഹെലികോപ്റ്റർ മാർഗം കോയമ്പത്തൂരിലെ ആശുപത്രിയിലും എത്തിച്ചെങ്കിലും പെൺകുട്ടിയുടെ ജീവൻ രക്ഷിക്കാനായില്ല. അക്രമം നടത്തിയപ്പോൾ പെട്രോൾ ശരീരത്തിൽ വീണ് പ്രതിക്കും പൊള്ളലേറ്റിരുന്നു. ഇത് കേസിൽ തെളിവായി. പെൺകുട്ടിയുടെ മരണമൊഴി, മുത്തച്ഛന്റെ സാക്ഷിമൊഴി എന്നിവ കേസിൽ നിർണായകമായി. ശിക്ഷാവിധിയെ പൂർണ്ണമായി സ്വാഗതം ചെയ്യുന്നു. മരണപ്പെട്ട കുട്ടിയുടെ കുടുംബത്തിന് നീതി കിട്ടിയെന്ന് തന്നെ വിശ്വസിക്കുന്നു. ഇതിൽ പ്രതിക്ക് വിവിധ വകുപ്പുകളിലായി ജീവപര്യന്തം കഠിന തടവും 4 ലക്ഷം രൂപ പിഴയുമാണ് പറഞ്ഞിരിക്കുന്നത്. പിഴ ഒടുക്കാത്ത പക്ഷം അത് പ്രതിയുടെ പ്രോപ്പർട്ടിയിൽ നിന്നും ഈടാക്കാനും കോടതി ഉത്തരവിട്ടിട്ടുണ്ട്. ഈ കേസിൽ ഏറ്റവും നിർണായകമായ സാക്ഷി എന്ന് പറയുന്നത് മരണപ്പെട്ട ശാരികയുടെ മുത്തച്ഛൻ തന്നെയായിരുന്നു. എന്നാൽ ട്രയൽ തുടങ്ങുന്നതിന് മുമ്പേ തന്നെ അദ്ദേഹം മരണപ്പെട്ടിട്ടുള്ളതും തുടർന്ന് അദ്ദേഹത്തെ വിസ്തരിക്കാൻ സാധിക്കാതെ പോയിട്ടുള്ളതാണ്. തുടർന്ന് മരണപ്പെട്ട ശാരികയുടെ ഡൈൻ ഡിക്ലറേഷൻ 32(1) എവിഡൻസ് ആക്ട് പ്രകാരമുള്ള മരണമൊഴി അത് സബ് ഇൻസ്പെക്ടറോട് കൊടുത്തത്, അതുപോലെ തന്നെ മജിസ്ട്രേറ്റിനോട് കൊടുത്തതും പെൺകുട്ടിയുടെ അച്ഛനോടും അമ്മയോടും പറഞ്ഞ മരണമൊഴി ഉൾപ്പെടെയുള്ളവ കോടതിയിൽ ബോധ്യപ്പെടുത്താൻ സാധിച്ചു. അതോടൊപ്പം തന്നെ പ്രതിക്ക് ഈ ഇൻസിഡൻറ്റിൽ ഇഞ്ചുറി പറ്റിയിരുന്നു. 35% ബേൺ ഇഞ്ചുറി പ്രതിക്കുണ്ടായിരുന്നു. അതുൾപ്പെടെ കോടതിയിൽ ബോധ്യപ്പെടുത്താൻ സാധിച്ചു. പിന്നീട് പ്രതി കൃത്യസ്ഥലത്ത് നിന്ന് ഓടിപ്പോകുന്നതിൻ്റെ സാക്ഷികളുണ്ടായിരുന്നു. പെൺകുട്ടിയുടെ അച്ഛനും അമ്മയും അത് കണ്ടിരുന്നു. ആ കാര്യങ്ങളും കോടതിയിൽ ബോധ്യപ്പെടുത്താൻ സാധിച്ചു. പിഴത്തുകാടച്ചിലെങ്കിൽ പ്രതി 3 വർഷവും 3 മാസവും അധിക തടവ് ശിക്ഷ അനുഭവിക്കണമെന്നും വിധിയിലുണ്ട്. ജനം, പത്തനംതിട്ട. കണ്ണൂർ ചെറുപുഴയിൽ മകളെ അതിക്രൂരമായി മർദ്ദിച്ച പിതാവിനെ അറസ്റ്റ് ചെയ്തു. മലങ്കാട് സ്വദേശി ജോസ് എന്ന മാമച്ചനാണ് അറസ്റ്റിലായത്. ജുവനൈൽ ജസ്റ്റിസ് ആക്ടിലെ വിവിധ വകുപ്പുകൾ ചുമത്തിയാണ് ഇയാൾക്കെതിരെ കേസെടുത്തത്. സംഭവത്തിൽ ബാലാവകാശ കമ്മീഷനും കേസെടുത്തു. കുട്ടിയെ മർദ്ദിക്കുന്ന ദൃശ്യങ്ങൾ വ്യാപകമായി പ്രചരിപ്പിച്ചതോടെയാണ് നടപടി. ഇക്കഴിഞ്ഞ വ്യാഴാഴ്ച രാത്രിയാണ് കേസിനാസ്പദമായ സംഭവം നടന്നത്. 8 വയസ്സുകാരിയായ സ്വന്തം മകളെ ജോസ് എന്ന മാമച്ചൻ ക്രൂരമായി മർദ്ദിക്കുകയായിരുന്നു. കുട്ടിയുടെ മുഖത്തടിക്കുകയും എടുത്തു നിലത്തടിക്കാൻ ശ്രമിക്കുകയും ചെയ്തു. കത്തിയെടുത്ത് കുട്ടിയെ ഭീഷണിപ്പെടുത്തുന്നതും ദൃശ്യങ്ങളിലുണ്ട്.
സംഭവത്തിന്റെ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ അടക്കം പ്രചരിച്ചിട്ടും കേസെടുക്കാതെ വന്നതോടെ പോലീസിനെതിരെ വലിയ വിമർശനങ്ങൾ ഉയർന്നു. എന്നാൽ പിരിഞ്ഞു താമസിക്കുന്ന അമ്മയെ തിരിച്ചു വരാൻ വേണ്ടി ഉണ്ടാക്കിയ പ്രാങ്ക് വീഡിയോ ആണെന്നായിരുന്നു കുട്ടികളും പോലീസും ഒരേപോലെ പറഞ്ഞത്. സമ്മർദ്ദത്തിനൊടുവിൽ പോലീസ് കേസെടുക്കുകയും കുട്ടികളുടെ അച്ഛനെ അറസ്റ്റ് ചെയ്യുകയും ആയിരുന്നു. അതേസമയം കുട്ടികളെ നേരത്തെയും അച്ഛൻ മർദ്ദിക്കാറുണ്ടെന്നായിരുന്നു അമ്മയുടെ സഹോദരി പറഞ്ഞത്. എപ്പോഴും കുഞ്ഞാലെ കള്ളുപിടിച്ചിട്ട് തല്ലുകയും ചെയ്യുന്നുണ്ട്. അവരെ തൊണ്ടക്കെല്ലാം പിടിച്ച് ഞെക്കെല്ലാം ചെയ്യുന്നുണ്ട്. എന്തെന്ന് വെച്ചാൽ ഇവരെപ്പോഴും കള്ളു കൊടുത്തിട്ട് കുഞ്ഞാലെ അടിക്കുക വരെ ചെയ്യുന്നുണ്ട്. അത് തള്ളിക്കളയുക ചെയ്യുന്നത് പോലീസുകാർ ശ്രദ്ധിക്കുന്നില്ല, മൈൻഡാക്കുന്നില്ല. എൻ്റെ അനിയത്തി ആയതുകൊണ്ട് എനിക്ക് ഈ വീഡിയോ അയച്ചു വിട്ടത്. ഇല്ലെങ്കിൽ ഇതൊന്നും ഈ പേപ്പറിലേക്ക് വരത്തില്ലായിരുന്നു. ഗ്രൂപ്പിലിട്ടത് ഞങ്ങളാണ്. ചേച്ചിനെ വിളിച്ചപ്പോൾ ചേച്ചി പറഞ്ഞു, നീ എൻ്റെ കാര്യത്തിൽ ഇടവരണ്ട, എൻ്റെ ഇഷ്ടം പോലെ ഞങ്ങൾ നടന്നോളാം എന്ന് പറയുന്നു. ജുവനൈൽ ജസ്റ്റിസ് ആക്ടിലെ വിവിധ വകുപ്പുകൾ ചുമത്തിയാണ് കേസെടുത്തത്. സംഭവത്തിൽ ബാലാവകാശ കമ്മീഷൻ ചെയർപേഴ്സൺ പോലീസിൽ നിന്നും റിപ്പോർട്ട് തേടിയിട്ടുണ്ട്. ജനം, കണ്ണൂർ. കോഴിക്കോട് ജില്ലയിലെ റൂറൽ മേഖലകളിൽ സൈബർ തട്ടിപ്പുകൾ വർദ്ധിക്കുന്നതായി കണക്കുകൾ. ജില്ലയിൽ നിന്ന് മാത്രം നഷ്ടമായത് 10 കോടി രൂപയാണ്. ഗ്രാമീണ മേഖലകൾ കേന്ദ്രീകരിച്ചാണ് തട്ടിപ്പുകൾ അധികവും നടക്കുന്നത്. ഓൺലൈനിലായി വ്യാജ ഓഹരി നിക്ഷേപമടക്കമുള്ള സൈബർ തട്ടിപ്പുകളിലാണ് വർധന. ഈ വർഷം 5 മാസത്തിനുള്ളിൽ തട്ടിയെടുത്തത് 10 കോടി രൂപയാണ്. കഴിഞ്ഞ വർഷം ഇത് 8.5 കോടി രൂപയായിരുന്നു. താമരശ്ശേരി, കൊടുവള്ളി സ്റ്റേഷനുകളിലാണ് കൂടുതൽ പരാതികൾ. സമൂഹ മാധ്യമങ്ങളിലൂടെ പരസ്യം നൽകിയാണ് ഇരകളെ വീഴ്ത്തുന്നത്. തട്ടിപ്പുകാർ അയച്ചു തരുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ വാട്സപ്പ് ഗ്രൂപ്പിൽ അംഗമാകും. പിന്നീട് വൻ ലാഭം ഓഫർ ചെയ്ത് പണം നിക്ഷേപിക്കുവാനുള്ള പ്രലോഭനങ്ങളാണ്. തട്ടിപ്പ് വഴി ലഭിക്കുന്ന പണം ക്രിപ്റ്റോ കറൻസി, ഡോളർ, മറ്റു ഫോറിൻ കറൻസി എന്നിവയാക്കി വിദേശ രാജ്യത്തേക്ക് കടത്തുന്നു. തിരുവമ്പാടിയിലെ ഡോക്ടർക്ക് തട്ടിപ്പിലൂടെ 1.25 കോടി രൂപയാണ് നഷ്ടമായത്. 50ഓളം തട്ടിപ്പുകാരെയാണ് ഇതിനകം അറസ്റ്റ് ചെയ്തത്. സൈബർ തട്ടിപ്പുകാർക്ക് അക്കൗണ്ടുകൾ നൽകിയും മറ്റു സഹായങ്ങൾ ചെയ്യുന്നത് ജാമ്യം ലഭിക്കാത്ത കുറ്റമാണ്. സൈബർ തട്ടിപ്പുകൾ വ്യാപകമാകുമ്പോൾ കരുതിയിരിക്കണമെന്നാണ് പോലീസ് പറയുന്നത്. സംശയകരമായ കാര്യങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ ഉടൻ വിവരമറിയിക്കണമെന്ന് സൈബർ പോലീസ് പറയുന്നു. ജനം, കോഴിക്കോട്. എറണാകുളം മൂഴിക്കുളത്ത് പുഴയിലെറിഞ്ഞു കൊന്ന 3 വയസ്സുകാരിയെ പീഡിപ്പിച്ച കേസിൽ പിതൃ സഹോദരന്റെ കസ്റ്റഡി അപേക്ഷ ഇന്ന് കോടതി പരിഗണിക്കും. കൂടുതൽ ചോദ്യം ചെയ്യലിനായി പ്രതിയെ കസ്റ്റഡിയിൽ വേണമെന്നാണ് പോലീസിന്റെ ആവശ്യം. കസ്റ്റഡിയിൽ ലഭിച്ച ശേഷം പ്രതിയെയും കുഞ്ഞിന്റെ അമ്മയും ഒരുമിച്ചിരുത്തി പോലീസ് ചോദ്യം ചെയ്യും. എറണാകുളം മൂഴിക്കുളത്ത് പുഴയിലെറിഞ്ഞു കൊന്ന 4 വയസ്സുകാരിയെ പീഡിപ്പിച്ച കേസിൽ പ്രതിയായ അച്ഛന്റെ സഹോദരനെ കസ്റ്റഡിയിൽ വാങ്ങി തെളിവ് ശേഖരിക്കാനാണ് പോലീസ് നീക്കം. പോലീസിന്റെ കസ്റ്റഡി അപേക്ഷ കോലഞ്ചേരി കോടതി ഇന്ന് പരിഗണിക്കും. 2 ദിവസം പ്രതിയെ കസ്റ്റഡിയിൽ വേണമെന്നാണ് പോലീസിന്റെ ആവശ്യം. പ്രതി നേരത്തെ തന്നെ കുറ്റസമ്മതം നടത്തിയിരുന്നു. കൂടുതൽ തെളിവ് ശേഖരണത്തിനും ചോദ്യം ചെയ്യലിനും വേണ്ടിയാണ് കസ്റ്റഡിയിൽ ലഭിച്ച ശേഷം പ്രതിയെയും കുഞ്ഞിന്റെ അമ്മയെയും ഒരുമിച്ചിരുത്തി പോലീസ് ചോദ്യം ചെയ്യും. കുഞ്ഞിന്റെ അമ്മയ്ക്ക് പീഡന വിവരം അറിയാമെന്ന പ്രതിയുടെ മൊഴി അവർ തള്ളിയിരുന്നു. ഇക്കാര്യത്തിൽ വ്യക്തത വരുത്താനാണ് ഇരുവരെയും ഒരുമിച്ചിരുത്തിയുള്ള ചോദ്യം ചെയ്യൽ. ഇനി 3 ദിവസം മാത്രമാണ് അമ്മയുടെ കസ്റ്റഡി കാലാവധി. അതിനുള്ളിൽ കൊലപാതക കാരണത്തിലും സംശയങ്ങൾ തീർക്കേണ്ടതുണ്ട്. ജനം, കൊച്ചി. നാടിനെ നടുക്കിയ വെഞ്ഞാറമ്മൂട് കൂട്ടക്കൊലപാതകത്തിൽ ആദ്യ കുറ്റപത്രം സമർപ്പിച്ച് പോലീസ്. പ്രതി അഫാൻ സൽമ ബീബിയെ കൊലപ്പെടുത്തിയ കേസിലാണ് കുറ്റപത്രം സമർപ്പിച്ചത്. 450 പേജുള്ള കുറ്റപത്രമാണ്
പാങ്ങോട് CI ജിനേഷ് നെടുമങ്ങാട് ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ സമർപ്പിച്ചത്. അറസ്റ്റ് രേഖപ്പെടുത്തിയ 89-ാം ദിവസമാണ് നാടിനെ നടുക്കിയ വെഞ്ഞാറുമൂട് കൂട്ടക്കൊലപാതകത്തിൽ ആദ്യ കുറ്റപത്രം. 120 സാക്ഷികളും 40 തൊണ്ടിമുതലുകളും കുറ്റപത്രത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സാമ്പത്തിക ബാധ്യതകൾക്ക് പിന്നാലെ സൽമ ബീവിയോട് അഫാന് വൈരാഗ്യമുണ്ടായിരുന്നുവെന്ന് കുറ്റപത്രത്തിൽ പറയുന്നു. കൊലപാതകത്തിന് കാരണമായത് കടവും അഫാനോട് കടക്കാർ പണം തിരികെ ചോദിച്ചതിലുള്ള ദേഷ്യമായിരുന്നുവെന്നാണ് കുറ്റപത്രത്തിൽ പോലീസ് പറയുന്നത്. ആകെ 48 ലക്ഷം രൂപയോളമാണ് അഫാനും കുടുംബത്തിനും കടമുണ്ടായിരുന്നത്. ബന്ധുക്കളടക്കം 15 പേരിൽ നിന്നായി 16 ലക്ഷം രൂപയാണ് കടം വാങ്ങിയിരുന്നത്. കടം വീട്ടാൻ സഹായിക്കാതിരുന്നതും അമ്മയെയും തന്നെയും കുറ്റപ്പെടുത്തിയതും പരിഹസിച്ചതുമാണ് പിതൃമാതാവായ സൽമ ബീവിയെ കൊലപ്പെടുത്താനുള്ള കാരണം. കിളിമാനൂർ വെഞ്ഞാറുമൂട് സ്റ്റേഷനുകളിലെ 2 കേസുകളിലും ഉടൻ കുറ്റപത്രം സമർപ്പിക്കും. ജനം, തിരുവനന്തപുരം. കുട്ടികൾക്ക് നേരെയുള്ള ലൈംഗിക അതിക്രമ കേസുകളിൽ പ്രതികളാകുന്നവരുടെ ഉറ്റവരുടെ എണ്ണം ഞെട്ടിക്കുന്നതാണ്. 2023-24 വർഷം റിപ്പോർട്ട് ചെയ്ത 4663 കേസുകളിൽ 874 പരാതികളും ബന്ധുക്കളും കുടുംബാംഗങ്ങളുമാണ്. അയൽവാസികളും അധ്യാപകരും സുഹൃത്തുക്കളും പരാതികളിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. സംസ്ഥാന ക്രൈം റെക്കോർഡ് ബ്യൂറോയുടെ കണക്കുകൾ അനുസരിച്ചാണ് 4701 കുട്ടികൾ ഈ കാലയളവിൽ ലൈംഗികമായി പീഡിപ്പിക്കപ്പെട്ടു. കൊച്ചിയിൽ അമ്മ പുഴയിലെറിഞ്ഞു കൊലപ്പെടുത്തിയ 3.5 വയസ്സുകാരി അച്ഛന്റെ സഹോദരന്റെ പീഡനത്തിനിരയായിരുന്നു. ഇയാളെ പോലീസ് അറസ്റ്റും ചെയ്തു. സ്വന്തം വീട്ടിൽ വെച്ചും ബന്ധുക്കളാലും പീഡിപ്പിക്കപ്പെടുന്ന കുട്ടികളുടെ എണ്ണം ചെറുതല്ല. 2023-24 വർഷം സംസ്ഥാനത്ത് 4663 കേസുകളിലായി 4701 കുട്ടികൾ പീഡിപ്പിക്കപ്പെട്ടു. കേസിൽ ഉൾപ്പെട്ട 5002 പ്രതികളിൽ 439 പേർ കുടുംബാംഗങ്ങളാണ്. 435 പേർ ബന്ധുക്കളും. അയൽവാസികളായ 631 ആളുകൾ പോക്സോ കേസിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. 477 പേർ സുഹൃത്തുക്കളും 692 പേർ കമിതാക്കളുമാണ്. 210 അധ്യാപകർക്കെതിരെയും കേസുണ്ട്. കുട്ടികൾക്ക് തിരിച്ചറിയാൻ സാധിക്കുന്ന 873 പേരും പ്രതികളായിട്ടുണ്ട്. കണക്കുകൾ പരിശോധിക്കുമ്പോൾ കുട്ടികളെ ലൈംഗിക പീഡനത്തിനിരയാക്കുന്നവരിൽ 75% ആളുകളും കുട്ടികളുമായി ഏതെങ്കിലും തരത്തിൽ ബന്ധമുള്ളവരാണ്. ഈ കാലയളവിൽ 4 വയസ്സിന് താഴെയുള്ള 73 കുട്ടികൾ പീഡിപ്പിക്കപ്പെട്ടു. 5 മുതൽ 9 വരെയുള്ള 423 കുട്ടികൾ പീഡനത്തിനിരയായി. 10 മുതൽ 14 വരെ പ്രായമുള്ള 1574 കുട്ടികളും 15 മുതൽ 18 വയസ്സുവരെയുള്ള 2519 പേരും ലൈംഗിക അതിക്രമത്തിലെ അതിജീവിതരാണ്. പ്രായം വ്യക്തമാക്കാത്ത 112 പേരുമുണ്ട്. കുട്ടികളുടെ വീട്ടിൽ വെച്ചോ പ്രതിയുടെ വീട്ടിൽ വെച്ചോ ആണ് ഭൂരിപക്ഷം സംഭവങ്ങളും നടക്കുന്നത്. പൊതുസ്ഥലങ്ങളിലും സ്കൂളുകളിലും വാഹനങ്ങളിലും വെച്ചും കുട്ടികൾ പീഡിപ്പിക്കപ്പെടുന്നു. 2023-24 പീഡനത്തിനിരയായവരിൽ 3972 പേർ പെൺകുട്ടികളും 659 പേർ ആൺകുട്ടികളുമാണ്. 70 കുട്ടികളുടെ ലിംഗാടിസ്ഥാനത്തുള്ള വിവരം ലഭ്യമായിട്ടില്ല. ജനം, കോഴിക്കോട്. തിരുവനന്തപുരം ആര്യൻകോട് മധ്യവയസ്കന് ക്രൂരമർദ്ദനമേറ്റ സംഭവത്തിൽ പരാതി നൽകി 6 ദിവസം പിന്നിട്ടിട്ടും പ്രതികളെ പിടികൂടാനാകാതെ പോലീസ്. ജനനേന്ദ്രിയത്തിന് ഗുരുതരമായി പരിക്കേറ്റ പേരേക്കോണം സ്വദേശി വർഗീസ് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ്. വധശ്രമത്തിന് പോലീസ് FIR ഇട്ട് കേസെടുത്തെങ്കിലും കാര്യക്ഷമമായി അന്വേഷണം നടക്കുന്നില്ലെന്നാണ് പരാതി. കഴിഞ്ഞ ശനിയാഴ്ച പേരേക്കോണം ജംഗ്ഷനിൽ ഓട്ടോയിലിരിക്കുകയായിരുന്ന വർഗീസിനെ പ്രതി വിൻസെന്റും സഹോദരൻ ചന്ദ്രബോസും കൂടി അതിക്രൂരമായി മർദ്ദിക്കുകയായിരുന്നു. ചുമട്ടുതൊഴിലാളികൾ ഉപയോഗിക്കുന്ന കൊളുത്തുകമ്പി ഉപയോഗിച്ച് ജനനേന്ദ്രിയത്തിൽ പരിക്കേൽപ്പിച്ചു എന്നാണ് പരാതി. പ്രതികളും പരാതിക്കാരനും മുൻപ് INTUCയിൽ യൂണിയനിൽ ഒന്നിച്ചായിരുന്നു പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. ഈ കാലയളവിലുണ്ടായ ചില പ്രശ്നങ്ങളാണ് കൊടും ക്രൂരതയ്ക്ക് കാരണം. ജനനേന്ദ്രിയത്തിൽ ഗുരുതരമായി പരിക്കേറ്റ വർഗീസിനെ നാട്ടുകാരാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ എത്തിച്ചത്. 17-ാം തീയതി നടന്ന സംഭവത്തിൽ ഇതുവരെയും നടപടിയെടുക്കാൻ പോലീസിന് കഴിഞ്ഞിട്ടില്ല. ഒളിവിൽ പോയ പ്രതികളെക്കുറിച്ചുള്ള യാതൊരു വിവരവും പോലീസിന് ലഭിച്ചിട്ടുമില്ല. പോലീസ് പരാതി കാര്യക്ഷമമായി അന്വേഷിക്കുന്നില്ല എന്നും പരാതിയുണ്ട്. ജനം, തിരുവനന്തപുരം. എറണാകുളം തിരുവാങ്കുളത്ത് 3 വയസ്സുകാരിയെ പീഡിപ്പിച്ച പ്രതിയെ കസ്റ്റഡിയിൽ വിട്ടു. 3 ദിവസത്തേക്കാണ് കസ്റ്റഡി അനുവദിച്ചത്. പ്രതിയുമായി പോലീസ് തെളിവെടുപ്പ് നടത്തും.
അമ്മ പുഴയിലെറിഞ്ഞു കൊലപ്പെടുത്തിയ 3 വയസ്സുകാരിയെ പീഡിപ്പിച്ച കേസിലാണ് പ്രതിയെ കസ്റ്റഡിയിൽ വിട്ടത്. പ്രതിയുമായി തെളിവെടുപ്പടക്കം പോലീസ് പൂർത്തിയാക്കും. പ്രതി കുട്ടിയുടെ വീട്ടിൽ വെച്ച് പലതവണ ലൈംഗികമായി ചൂഷണം ചെയ്തിരുന്നതായാണ് പോലീസിനോട് വെളിപ്പെടുത്തിയിരുന്നത്. 1.5 വർഷമായി ലൈംഗിക പീഡനം തുടരുന്നുണ്ട്. കുട്ടി കൊല്ലപ്പെടുന്നതിന് തലേ ദിവസവും പീഡിപ്പിച്ചതായി പ്രതി പോലീസിനോട് സമ്മതിച്ചിരുന്നു. ഇയാൾ മറ്റു കുട്ടികളെയും ലൈംഗികമായി ഉപദ്രവിച്ചിട്ടുണ്ടോ എന്നും പോലീസ് അന്വേഷിക്കുന്നുണ്ട്. കുട്ടിയുടെ അമ്മയ്ക്ക് പീഡന വിവരം അറിയാമായിരുന്നു. ഇവരോടൊപ്പം ഇരുത്തിയും പ്രതിയെ ചോദ്യം ചെയ്യും. 3 ദിവസത്തേക്കാണ് കോലഞ്ചേരി മജിസ്ട്രേറ്റ് കോടതി പ്രതിയെ കസ്റ്റഡിയിൽ വിട്ടത്. കുട്ടിയുടെ പിതാവിന്റെ സഹോദരനാണ് പ്രതി. അതേസമയം കുട്ടിയെ കൊലപ്പെടുത്തിയ കേസിൽ അമ്മയെ പോലീസ് ചോദ്യം ചെയ്തു വരികയാണ്. കുട്ടിയെ പിതൃ സഹോദരൻ തന്നെ ഉപദ്രവിക്കുന്ന സാഹചര്യത്തിൽ കുട്ടിയെ സംരക്ഷിക്കാൻ കഴിയാത്തതിനാലാണോ കൊലപാതകം നടത്തിയതെന്ന കാര്യവും പോലീസ് പരിശോധിക്കുന്നുണ്ട്. ജനം, കൊച്ചി. കണ്ണൂർ മാത്തിലിൽ 16-കാരിയെ ഭീഷണിപ്പെടുത്തി ബൈക്കിൽ കയറ്റിക്കൊണ്ടുപോയി പീഡിപ്പിച്ച കേസിൽ യുവാവിന് 18 വർഷം തടവും 1.25 ലക്ഷം രൂപ പിഴയും. മാത്തിൽ സ്വദേശി കൈനി വീട്ടിൽ സി അക്ഷയ് ബാബുവിനെയാണ് തളിപ്പറമ്പ് പോക്സോ കോടതി ജഡ്ജി ആർ രാജേഷ് ശിക്ഷ വിധിച്ചത്. ജൂലൈയിലാണ് കേസിനാസ്പദമായ സംഭവം. ട്യൂഷൻ കഴിഞ്ഞ് വീട്ടിലേക്ക് പോവുകയായിരുന്ന പെൺകുട്ടിയെ ബലമായി ബൈക്കിൽ കയറ്റി ഒഴിഞ്ഞ സ്ഥലത്തേക്ക് കൊണ്ടുപോയി പീഡിപ്പിക്കുകയായിരുന്നു. മെയ് മാസത്തിലും പെൺകുട്ടിയെ ഇയാൾ ലൈംഗികാതിക്രമത്തിന് ഇരയാക്കിയിരുന്നു. പീഡിപ്പിച്ച വിവരം പുറത്തു പറയരുതെന്ന് ഭീഷണിപ്പെടുത്തുകയും സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ അശ്ലീല വീഡിയോകളും ചിത്രങ്ങളും പെൺകുട്ടിക്ക് അയച്ചു കൊടുക്കുകയും ചെയ്തു. ഭീഷണി വർദ്ധിച്ചതോടെ പെൺകുട്ടി വിവരം വീട്ടുകാരോട് പറയുകയായിരുന്നു. പെരിങ്ങോം പോലീസാണ് അന്ന് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. സംഭവം നടക്കുമ്പോൾ ഡിവൈഎഫ്ഐയുടെ യൂണിറ്റ് സെക്രട്ടറിയായിരുന്നു പ്രതി. കേസിൽ വാദിഭാഗത്തിന് വേണ്ടി സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ ഷെറിമോൾ ജോസ് ഹാജരായി. ജനം, കണ്ണൂർ. കോഴിക്കോട് കോർപ്പറേഷൻ കെട്ടിടത്തിലെ തീപിടുത്തത്തിൽ കോർപ്പറേഷന്റെ വാദഗതികൾ പൊളിയുന്നു. ആദ്യം തീപിടിച്ച വസ്ത്രനിർമ്മാണശാലയിൽ നടത്തിയ എല്ലാ നിർമ്മാണ പ്രവർത്തനങ്ങളും നടത്തിയത് കോർപ്പറേഷന്റെ അറിവോടെയെന്ന് കടയുടമ മുകുന്ദൻ പറയുന്നു. ഇതോടെ അനധികൃത നിർമ്മിതി കച്ചവടക്കാർ നടത്തിയിരുന്നു എന്ന കോർപ്പറേഷന്റെ വാദമാണ് തകരുന്നത്. ഞാനിപ്പോൾ ആയതാണ് ഞങ്ങൾ വന്ന ശേഷം ഈ അനുമതി കൊടുത്തായിട്ട് ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. തീപിടുത്തമുണ്ടായ കെട്ടിടത്തിൽ നടത്തിയ അനധികൃത നിർമ്മാണങ്ങളെ കുറിച്ച് അറിയില്ലെന്നാണ് കോർപ്പറേഷൻ മേയർ ബീന ഫിലിപ്പ് പറയുന്നത്. തീയണയ്ക്കാൻ പ്രതിസന്ധിയായത് കെട്ടിടത്തിലെ അനധികൃത നിർമ്മാണമാണെന്ന് ഫയർഫോഴ്സ് വ്യക്തമാക്കിയതിന് പിന്നാലെയായിരുന്നു മേയറുടെ ഈ പ്രസ്താവന. എന്നാൽ കെട്ടിടത്തിൽ നടത്തിയ നിർമ്മാണ പ്രവൃത്തികൾ കോർപ്പറേഷന്റെ അറിവോടെയാണെന്നും നിർമ്മാണ പ്രവൃത്തികളെ കുറിച്ച് കൃത്യമായി കോർപ്പറേഷന് ധാരണയുണ്ടായിരുന്നെന്നുമാണ് തീപിടുത്തം ആദ്യമുണ്ടായ കാലിക്കറ്റ് വസ്ത്രവ്യാപാര കടയുടമ മുകുന്ദൻ ഉറപ്പിച്ചു പറയുന്നത്. കുട്ടിയെ പോലെ കൊണ്ടു നടന്ന ഒരു സ്ഥാപനം ഇത്രയും വലുതായിട്ട് അത് കണ്ണിൻ്റെ മുമ്പിൽ എത്തിപ്പോകാൻ വലിയൊരു വിഷയമായിരുന്നു. അതെ എല്ലാം കോർപ്പറേഷൻ്റെ അനുമതിയോടുകൂടി തന്നെ പണിതിട്ടുള്ളൂ. ഒന്നും ഞാൻ അനധികൃതമായിട്ട് ചെയ്തില്ല. എല്ലാം പെർമിറ്റോടുകൂടി ചെയ്തിട്ടുള്ളൂ. കെട്ടിടത്തിലെ അനധികൃത നിർമ്മിതിയെക്കുറിച്ച് അറിയില്ലെന്ന് കോർപ്പറേഷനും എല്ലാം അറിയാമായിരുന്നെന്ന് വ്യാപാരികളും പറയുമ്പോൾ ആരാണ് കള്ളം പറയുന്നതെന്നാണ് ഇനി അറിയേണ്ടത്. ഏതെങ്കിലും തരത്തിൽ പരാതി ഉയരുമ്പോൾ മാത്രമാണ് കോർപ്പറേഷൻ കെട്ടിടങ്ങളിൽ പരിശോധന നടത്താറുള്ളതെന്നും എല്ലാ കെട്ടിടങ്ങളിലും പരിശോധന നടത്താനുള്ള സംവിധാനം കോർപ്പറേഷൻ ഇല്ലെന്നും മേയർ തന്നെ നേരത്തെ വ്യക്തമാക്കിയതാണ്. പരിശോധന നടത്താതെ എങ്ങനെ അനധികൃത നിർമ്മാണങ്ങളെക്കുറിച്ച് കോർപ്പറേഷൻ കണ്ടെത്തും? നിലവിൽ തീപിടുത്തമുണ്ടായ കെട്ടിടത്തിലും കോർപ്പറേഷൻ പരിശോധന നടത്തിയിട്ടില്ലെന്നാണ് പുറത്തുവരുന്ന വിവരം. കോർപ്പറേഷന്റെ വീഴ്ച മറച്ചുപിടിക്കാൻ വേണ്ടിയുള്ള നീക്കമാണ് നടക്കുന്നതെന്നാണ് പൊതുവെ ഉയരുന്ന ആരോപണം. ജനം, കോഴിക്കോട്. ബേപ്പൂരിലെ ലോഡ്ജ് മുറിയിൽ വലനെയ്ത്തു തൊഴിലാളിയെ കഴുത്തർത്ത നിലയിൽ കണ്ടെത്തി. സംഭവം കൊലപാതകമെന്ന് പോലീസ്. ലോഡ്ജ് മുറിയിലുണ്ടായിരുന്ന 4 പേരെ കേന്ദ്രീകരിച്ച് അന്വേഷണം പോലീസ് ആരംഭിച്ചിട്ടുണ്ട്.
കൊല്ലം ഇരവിപുരം സ്വദേശി സോളമനാണ് കൊല്ലപ്പെട്ടത്. സുഹൃത്തായ അനീഷിന്റെ മുറിയിലാണ് സോളമനെ കഴുത്തറുത്ത നിലയിൽ ലോഡ്ജുടമ കണ്ടത്. മറ്റൊരു ലോഡ്ജിൽ താമസിച്ചിരുന്ന സോളമൻ ഇന്നലെ രാത്രിയാണ് ഒരുമിച്ച് ജോലി ചെയ്യുന്ന കൊല്ലം സ്വദേശി അനീഷിന്റെ ലോഡ്ജിലെത്തിയതെന്ന് പോലീസ് പറയുന്നു. എന്നാൽ സംഭവം നടക്കുമ്പോൾ അനീഷ് ലോഡ്ജിൽ ഉണ്ടായിരുന്നില്ല. സോളമന്റെയും അനീഷിന്റെയും മറ്റു 4 സുഹൃത്തുക്കൾക്ക് മുറിയുടെ താക്കോൽ കൈമാറി അനീഷ് 2 ദിവസം മുമ്പ് നാട്ടിലേക്ക് മടങ്ങിയിരുന്നു. ഇന്ന് രാവിലെയാണ് സോളമനെ ബേപ്പൂരിലെ 3 സ്റ്റാർ ലോഡ്ജിലെ മുറിയിൽ മരിച്ച നിലയിൽ കണ്ടത്. മുറി തുറക്കാത്തതിനെ തുടർന്ന് സംശയം തോന്നിയ ലോഡ്ജുടമ മുറി തുറന്നു നോക്കിയപ്പോൾ കഴുത്തറുത്ത നിലയിൽ ചോരയിൽ മുങ്ങിക്കിടക്കുകയായിരുന്നു സോളമൻ. തുടർന്ന് ബേപ്പൂർ പോലീസിൽ വിവരം അറിയിച്ചു. കൊലപാതകമാണെന്ന നിഗമനത്തിലാണ് പോലീസ്. സോളമന്റെ കൂടെ ഉണ്ടായിരുന്ന 4 പേരെ കണ്ടെത്താനുള്ള ശ്രമം ആരംഭിച്ചതായി പോലീസ് അറിയിച്ചു. CCTVകൾ പരിശോധിക്കുന്നുണ്ട്. രാവിലെ വിരലടയാള വിദഗ്ധരും ഡോഗ് സ്ക്വാഡും സംഭവ സ്ഥലത്തെത്തി തെളിവുകൾ ശേഖരിച്ചിരുന്നു. ജനം, കോഴിക്കോട്. വ്യാജമോഷണ കുറ്റം ആരോപിച്ച് തിരുവനന്തപുരം പാലോട് സ്വദേശിനി പോലീസ് സ്റ്റേഷനിൽ അപമാനിക്കപ്പെട്ട സംഭവത്തിൽ ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പി ഇന്ന് അന്വേഷണം ആരംഭിക്കും. പത്തനംതിട്ട ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പിക്കാണ് അന്വേഷണ ചുമതല. മനുഷ്യാവകാശ കമ്മീഷന്റെ ഉത്തരവ് പ്രകാരമാണ് ജില്ലയ്ക്ക് പുറത്തു നിന്നുള്ള ഉദ്യോഗസ്ഥൻ കേസ് അന്വേഷിക്കുന്നത്. പേരൂർക്കട പോലീസ് സ്റ്റേഷനിൽ ദളിത് സ്ത്രീ മോഷണക്കുറ്റം ആരോപിച്ച് അപമാനിക്കപ്പെട്ട സംഭവത്തിൽ ക്രൈംബ്രാഞ്ച് ഇന്ന് അന്വേഷണം ആരംഭിക്കും. പത്തനംതിട്ട ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പി വിദ്യാധരനാണ് അന്വേഷണ ചുമതല. ഡിവൈഎസ്പി റാങ്കിൽ കുറയാത്ത ജില്ലയ്ക്ക് പുറത്തുള്ള പോലീസ് ഉദ്യോഗസ്ഥൻ കേസ് അന്വേഷിക്കണമെന്ന മനുഷ്യാവകാശ കമ്മീഷന്റെ ഉത്തരവ് പ്രകാരമാണ് പുതിയ തീരുമാനം. മാല മോഷണം പോയതും പരാതിക്കാരിയെയും ചോദ്യം ചെയ്യാത്തതും സ്റ്റേഷനിലുണ്ടായ സംഭവങ്ങളുമടക്കം അന്വേഷണ പരിധിയിൽ ഉൾപ്പെടുത്തും. ബിന്ദുവിന്റെയും പരാതിക്കാരിയുടെയും സംഭവ സമയത്ത് സ്റ്റേഷനിലുണ്ടായിരുന്ന പോലീസ് ഉദ്യോഗസ്ഥരുടെയും മൊഴിയും രേഖപ്പെടുത്തും. ജനം, തിരുവനന്തപുരം. കുറ്റകൃത്യങ്ങളുടെ സമഗ്ര വാർത്തകളുമായി കാക്കി നാളെ ഇതേ സമയം. സൈനിങ് ഓഫ്, വി വിനീഷ്.